മൈനോറിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. മൈനോറിറ്റിയാണ് ശത്രുക്കൾ, ന്യൂനപക്ഷങ്ങളാണ് ശത്രുക്കൾ എന്ന് പറഞ്ഞൊരു കോമൺ എനിമി അവർ കണ്ടുപിടിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയാണ്. ഭൂരിപക്ഷം വലുതാണ്, മറ്റത് കമ്പാരിറ്റീവ്ലി ചെറുതാണ്, മൈനോറിറ്റി വളരെ ചെറുതാണ്. അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ മനസ്സിലേക്ക് മുഴുവൻ ഈ പൊതുശത്രുവിനെ കുറിച്ചുള്ള ആ ശത്രുതയും വിദ്വേഷവും വെറുപ്പും ഇൻജക്ട് ചെയ്യാൻ, എന്നിട്ട് പൊതുശത്രുവിനെ ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ എല്ലാ ശ്രദ്ധയും ജനതയുടെ ഭൂരിപക്ഷ ജനതയുടെ മുഴുവൻ ശ്രദ്ധയും ആ പൊതുശത്രുവിലേക്ക് കേന്ദ്രീകരിക്കുക. എന്നിട്ട് ഇവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവർ കബളിപ്പിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിലാണ്. ഭൂരിപക്ഷത്തിന്റെ കണ്ണുകെട്ടുകയാണ്. ഈ ശത്രുതയിൽ നിന്ന്, ഈ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും, അതാണ് കണ്ണുകെട്ടുന്ന തുണി എന്ന് പറയുന്നത്. ആ വെറുപ്പിന്റെയും വിദ്വേഷം ഇതൊന്നും കാണാൻ പറ്റില്ല. വിദ്വേഷവും വെറുപ്പും വന്നാൽ, കണ്ണിൽ വന്നാൽ, മനസ്സിൽ വന്നാൽ പിന്നെ കണ്ണു കെട്ടിയ പോലെ ഇതൊന്നും കാണാൻ പറ്റില്ല. അപ്പം ഈ വെറുപ്പും വിദ്വേഷവും കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ കണ്ണു കെട്ടി ഈ ഫാസിസം ഇന്ന് ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷത്തെയാണ് കബളിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. ഭൂരിപക്ഷത്തെയാണ് കബളിപ്പിക്കുന്നത്. ഭൂരിപക്ഷത്തെ ചിന്തിക്കാൻ കഴിയുന്നില്ല. അവരുടെ ചിന്തകളെ ചങ്ങലക്കിടുകയാണ്. ഈ പൊതുശത്രുവിൽ എല്ലാം കേന്ദ്രീകരിച്ച് മറ്റുള്ള തരത്തിലേക്ക് ചിന്തിക്കാൻ പോകുന്നില്ല. ഇത് നമ്മൾ പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് തിയറായാണ്. സത്യാനന്തരെ ഉദോന്നതല്ല പോസ്റ്റ് ട്രൂത്ത് തിയർ. ലോകത്തിന്റെ പോസ്റ്റ് ട്രൂത്ത് തിയറായുടെ നായകൻ എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപാണ് ഏറ്റവും മനോഹരമായി നടപ്പാക്കിയത്. പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയോട് എന്താണ് നിങ്ങളുടെ ബാങ്കിങ് പോളിസി, എന്താണ് നിങ്ങളുടെ ലാറ്റിൻ അമേരിക്കയിലോടുള്ള സമീപനം, എന്താണ് നിങ്ങൾ ഇറാഖിൽ നിന്ന് പട്ടാളത്തെ വിഡ്രോ ചെയ്യുമോ, നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി എന്താണ്, നിങ്ങളുടെ ഇക്കണോമിക് പോളിസി എന്താണ്. അതിന് ഏറ്റവും മനോഹരമായി മറുപടി പറയുന്ന ഒരാളെ ആയിരിക്കും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആക്കുന്നത്. ട്രംപ് വന്നപ്പോൾ മാറി. ട്രംപ് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു മേക്ക് എ വാൾ ഇൻ ദ മെക്സിക്കൻ ബോർഡർ. ഞാൻ മെക്സിക്കോയുടെ അതിർത്തിയിൽ ഞാനൊരു മതിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണ്, ഓൾ മെക്സിക്കൻസ് ആർ റേപ്പിസ്റ്റ്. അവന്മാരെ നടത്താൻ പാടില്ല. ഐ ആം ഗോയിങ് ടു പ്രിവെന്റ് ഓൾ ദ മുസ്ലിംസ് ടു എൻ്റർ ഇൻടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിക്കോസ് ഓൾ മുസ്ലിംസ് ആർ ടെററിസ്റ്റ്. മനസ്സിലായില്ല? ഒരു മുസ്ലിമിനെയും വിമർശിക്കാൻ പറ്റില്ല, കാരണം അവരെല്ലാം തീവ്രവാദികളാണ്. അപ്പൊ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യും. സത്യാനന്തര യുഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, രാജ്യത്തിന്റെ മുൻഗണനകൾ, പ്രയോറിറ്റിയാണ്. ആ പ്രയോറിറ്റികൾ ചർച്ച ചെയ്യുക, അതിന് സൈലൈൻ ചർച്ചയ്ക്ക് മാറ്റി. എന്നിട്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മെക്സിക്കോക്കാർക്കെതിരായിട്ട്, മുസ്ലിംസിനെതിരായിട്ടൊക്കെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആ വൈകാരിക തലത്തിൽ അപ്പോൾ റിയൽ ഇഷ്യൂസ് ചർച്ച ചെയ്യുന്നില്ല. അതാണ് പോസ്റ്റ് ട്രൂത്ത് തിയറിയുടെ പ്രത്യേകത. ഇന്ത്യയിൽ നിന്ന് അതാണ്. നോട്ട് പിൻവലിക്കൽ മൂലം, GST നടപ്പാക്കിയത് മൂലം ഉണ്ടായ സമ്പദ് വ്യവസ്ഥയുടെ താറുമാറായത് ഇന്ത്യൻ സമൂഹം ചർച്ച ചെയ്യുന്നില്ല. ഇന്ത്യയുടെ ബാങ്കുകൾ, ഇന്ദിരാഗാന്ധി ദേശസൽക്കരണത്തിലൂടെ ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത് ബാങ്കുകളെ വീട്ടുമുറ്റൊക്കെ ബാങ്കുകളാക്കി മാറ്റി. ആ ബാങ്കുകളിൽ തകർച്ചയുടെ വക്കിലാണ്, ശത്രുക്കളുടെ വക്കത്താണ്, തകർന്നിരിക്കുക. 12 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ബാങ്കുകളെ കബളിപ്പിച്ചു കൊണ്ടുപോയത്. കിട്ടാകടമായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ് അത് ചർച്ച ചെയ്യുന്നില്ല. കർഷകരുടെ പ്രക്ഷോഭം ചർച്ച ചെയ്യുന്നില്ല. കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച എന്താണ്? അയോധ്യയിൽ ക്ഷേത്രം പണിയണം, മുസ്ലിമിനെ മൈനോറിറ്റിയെ എങ്ങനെ കൈകാര്യം ചെയ്യാം, കാശ്മീരിനെ എങ്ങനെ വിഭജിക്കാം, എങ്ങനെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാം, എങ്ങനെ കൊണ്ടുപോവുകയാണ്. അവിടെയാണ് ജനാധിപത്യത്തിന്റെ പ്രസക്തി. ആ ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ്. ജനാധിപത്യ വിശ്വാസത്തെയും ജനാധിപത്യ സമീപനങ്ങളെയും ജനാധിപത്യത്തിലെ ചിന്തകളെയും ഇല്ലാതാക്കിയാണ്, റീപ്ലേസ് ചെയ്യാൻ നോക്കിയാണ് പോസിറ്റീവായി. അവര് നമ്മുടെ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത് പോലെ, മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നത് പോലെ നമ്മുടെ ചിന്തയെ വൈദ്യുതിക്കുകയാണ്, ട്രാൻസ്ലേറ്റിക്കുകയാണ്, നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം പ്രതിരോധത്തിന് വേണ്ടി നിൽക്കുകയാണ്. അല്ലെ, ആക്രമിക്കപ്പെടുന്നവർ, ഒറ്റപ്പെടുത്തുന്നവർ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, വംശഹത്യ
അവരുടെ മനസ്സിലെന്താ? ഇൻസെക്യൂരിറ്റിയാണ്. അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. They are all in search of their lost identity. എൻ്റെ ഐഡന്റിറ്റി പോകുമോ, എൻ്റെ റിലീജിയസ് ഐഡന്റിറ്റി പോകുമോ, എൻ്റെ ഇൻസെക്യൂരിറ്റിയാണ്. ആ അരക്ഷിതത്വമാണ് ജനാധിപത്യത്തിൽ പകരം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ആ അരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിലെ മൈനോറിറ്റിയുടെ മനസ്സിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവർ, ആ ഇൻസെക്യൂരിറ്റി. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ ഇൻസെക്യൂരിറ്റി, ആ അരക്ഷിതബോധം മനസ്സിൽ നിന്ന് മാറ്റി നമുക്ക് ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നത് പോലെ, എന്താ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലീവ് എന്നാണ് അല്ലേ? ഞാൻ പറയാമല്ല, അതിനേക്കാൾ വലിയ ഡയലോഗ് റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് എൻ്റെ അർത്ഥം. എന്താണ്? ആത്മാഭിമാനത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആർക്കും തീർന്നു കൊടുത്തിട്ടില്ല രാജ്യം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആത്മാഭിമാനത്തോടെ തലവേദന ജീവിക്കാൻ പറ്റും. സെക്യുലർ സ്റ്റേറ്റാണ് ഇന്ത്യ. എന്താ ഇന്ത്യയുടെ സെക്യുലറിസം? വിദേശ രാജ്യങ്ങളിലെ സെക്യുലറിസം അല്ല ഇന്ത്യയിലെ സെക്യുലറിസം. വിദേശ രാജ്യങ്ങളിലെ സെക്യുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയൻ, മതത്തിന്റെ പൂർണ്ണമായ നിരാസനമാണ്. മതം വേണ്ട എന്ന് പറയുന്നതാണ് അവിടുത്തെ സെക്യുലറിസം. ഇന്ത്യയുടെ സെക്യുലറിസം എന്ന വ്യത്യാസം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, മതത്തെ ചേർത്ത് നിർത്തല. അപ്പൊ ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ആ വിശ്വാസം കൊണ്ടു നടക്കാനും ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതേ അവസരം എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ അവകാശങ്ങൾക്ക് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അയാളെ സംരക്ഷിക്കാൻ അയാളെക്കാൾ മുന്നിൽ എത്തി നിന്ന് അയാളെ പ്രതിരോധിക്കുന്നതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ അർത്ഥപൂർണമായ നിലപാട്. അതാണ് ആ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ പ്രത്യേകത. അതായത് ഗാന്ധി പ്രാക്ടീസ് ചെയ്തു ഹിന്ദു റിലീജിയൻ ഇല്ലേ? പ്രാക്ടീസ് ചെയ്തു. ഹിന്ദുവാണെന്ന് പറഞ്ഞു. ഹിന്ദുവാണെന്നോ ഞാൻ ഇസ്ലാമാണോ ഞാൻ ക്രൈസ്തവനാണെന്ന് പറയുന്നത് ഒരു തെറ്റില്ല. അതൊന്നും വർഗീയതേ, അതൊന്നും വർഗീയതയില്ല. അത് നമ്മുടെ റൈറ്റാണ്, നമ്മുടെ ഭരണഘടനാപരമായ റൈറ്റാണ്. നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ആ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നു എന്നത് നമ്മുടെ അവകാശമാണ്. പക്ഷേ നമ്മൾ പറയും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കൈവീശി വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കും, കൈവീശി നടക്കുമ്പോൾ എതിരെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുകൾ ഒറ്റിരിയാണ് നമുക്ക് പോലീസ് കംപ്ലൈന്റ് ആയി. എനിക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, കൈവീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ അത് എവിടെ അവസാനിക്കുന്നു? മറ്റൊരാളുടെ മുക്കിന്റെ തുമ്പിന്റെ തൊട്ടിപ്പുറത്ത് അവസാനിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. ആ മുക്കിന്റെ തുമ്പിന്റെ അപ്പുറം മുതൽ അയാളുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ? അയാളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയല്ലേ? അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റിസ്ട്രിക്ഷൻ, എന്താ റിസ്ട്രിക്ഷൻ? മറ്റൊരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടില്ല. അത് തന്നെയാണ് മതപരമായ സ്വാതന്ത്ര്യം. മതപരമായ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാൻ പാടില്ല, അയാളുടെ മുന്നിൽ ചിന്തിക്കാൻ പാടില്ല. അവിടെ മുതൽ അയാളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയാണ്. ആ ഒരു ഇൻക്ലൂഷനാണ്, ഇൻക്ലൂസീവ്നെസ് ആണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്കെന്താണ്? നമുക്ക് ജനാധിപത്യത്തെ വീണ്ടെടുക്കണം, നമുക്ക് മതേതരത്വത്തെ നമുക്ക് വീണ്ടെടുക്കണം അല്ലേ? ഇന്ത്യൻ സൊസൈറ്റിയിൽ നമുക്കതിന് ഉത്തരവാദിത്വമുള്ള ആളുകൾ തന്നെയാണ് നമുക്ക്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. 5000 വർഷക്കാലത്തെ പാരമ്പര്യം. ഇപ്പൊ പറയുക ആസ്തമാനത്തെ പാരമ്പര്യം അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഷ. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരികയാണ്. എല്ലാ മനുഷ്യരും, ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് ആണ്. ആഫ്രിക്കയിൽ മാത്രം മനുഷ്യരുണ്ടായിരുന്നത്. ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ് ഇന്ത്യയിൽ ജീവിക്കുന്നവർ, നമ്മുടെ പൂർവികരെല്ലാവരും. അതിന്ന് ജനറ്റിക് സ്റ്റഡീസിലൂടെ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ കണ്ടുപിടിക്കുകയാണ്. മാത്രമല്ല ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയ നമ്മുടെ പൂർവികർ 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് എത്തിയതിന്റെ റൂട്ട് വരെ പറയാം. നിങ്ങൾ ടോണി ജോസഫിന്റെ ഏർലി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കണം. ഇതിനൊക്കെ കൃത്യമായ മറുപടിയാണ്.
സയൻസാണ്, ജനറ്റിക് സയൻസാണ്, ജനറ്റിക് സ്റ്റഡീസാണ്. കിട്ടിയിരിക്കുന്ന റിമാൻഡ്സ് എല്ലാം വെച്ച് പഠിച്ചിരിക്കുന്നത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷനും ജനറ്റിക് സ്റ്റഡീസുമാണ്. എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ വഴി കരയ്ക്ക് വന്നത്, ഇറാൻ വഴി വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ താമസിച്ച വേറൊരു വിഭാഗവുമായിട്ട് അവർ നോർത്ത് ചെയ്യും, അവിടെ നിന്നൊരു വിഭാഗം സൗത്ത് ഇന്ത്യയിലേക്ക് പോകും. ഇത്രയും ഡീറ്റെയിൽസ് ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇത്രയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന എല്ലാ സംസ്കാരങ്ങളെയും ജനമതങ്ങളെയും മതവിഭാഗങ്ങളെയും എല്ലാം ഇരു കൈകളും നീക്കി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ. ഹിന്ദുക്കൾ ഭരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട്, രജപുത്രന്മാർ ഭരിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തിടയ്ക്ക് മജൂർ പുസ്തകമുണ്ട്, ഡെക്കാനിലെ സുൽത്താൻമാരിൽ അത് വായിച്ചപ്പോൾ പുതിയ ഊരെ കിട്ടി. അബീസീനിയ, അതായത് ഇപ്പോഴത്തെ എത്യോപ്യ, അബീസീനിയയിൽ നിന്നും അടിമയായി വന്ന ഒരാൾ ബിജാപൂരിലെ സുൽത്താനായിട്ട്. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. എല്ലാ മതവിഭാഗങ്ങളും ഘടകങ്ങളെ ഭരിച്ചിട്ടുണ്ട്, എല്ലാ സംസ്കാരങ്ങളെയും ഇരുകയും വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനം. ദേശീയ പ്രസ്ഥാനവുമായി ഇൻക്ലൂസീവ്നെസ് നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ മതവിഭാഗങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്തു, എല്ലാ ചിന്താധാരകളെയും എല്ലാ ചിന്താസരണികളെയും ഞാൻ പറയും എല്ലാ അരികളും ഒഴുകി ഒഴുകി അവസാനം മഹാസാഗരത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ചിന്താഗതികളെല്ലാം ദേശീയ പ്രസ്ഥാനത്തിലുള്ള മഹാസാഗരത്തിൽ ചെന്ന് ഒന്നിച്ചു ചേർന്നു. തുർക്കിയിലെ ഇസ്ലാമിക് കാലിഫേറ്റ് ഇല്ലായ്മ ചെയ്തപ്പോൾ, ബ്രിട്ടീഷ് ഭരണകൂടം ഇല്ലായ്മ ചെയ്തപ്പോൾ ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഉണ്ടായിരുന്നു ലോകത്തെല്ലാവരും, ഖിലാഫത്ത് മൂവ്മെന്റ്. ആ ഖിലാഫത്ത് മൂവ്മെന്റിന് ലോകത്താദ്യമായി പിന്തുണ കൊടുത്ത രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഖിലാഫത്തും അങ്ങനെ ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് കൂടി ദേശീയ പ്രസ്ഥാനത്തിന്റെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒരുമിച്ച് പോകാൻ അലി ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുമായി ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അതായത് ഇൻക്ലൂസീവ്നെസ്. തുർക്കിയിലെ ഇസ്ലാമിക് കാലിഫേറ്റ് ഇല്ലായ്മക്കെതിരായി ലോക മുസ്ലിം ഉണ്ടാക്കിയ ആ പാൻ ഇസ്ലാമിക് മൂവ്മെന്റിനെ പോലും ഉൾക്കൊള്ളാൻ ദേശീയ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞു വരുന്നതാണ് ഇന്ത്യയുടെ രഹസ്യത. നമ്മൾ മനസ്സിലായിക്കൊള്ളാം. എത്ര വലിയതായിരുന്നു, ആംഗിൾ എത്ര വൈകിട്ടായിരുന്നു, എത്ര വിശാലമായ കാഴ്ചപ്പാടായിരുന്നു. അതിർത്തികളുണ്ടായിരുന്നില്ല നമ്മുടെ ചിന്തയിൽ. അതിർത്തികളില്ലാതെ ഗ്രാമങ്ങളുടെയോ പട്ടണങ്ങളുടെയോ സംസ്ഥാനങ്ങളുടെയോ രാജ്യങ്ങളുടെയും അതിർത്തിക്കപ്പുറം വിശ്വമാനവികതയായിരുന്നു നമ്മുടെ പ്രത്യേകത. ആ വിശ്വമാനവികത ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യത്താണ് നാം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ഞാൻ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം എന്താണ്? ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നമ്മുടെ രാജ്യത്തേക്ക് വീണ്ടെടുക്കുക എന്നുള്ളത്. അറിവ് തേടിയുള്ള അന്വേഷണമാണ് ജീവിതം എന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം ചെയ്യുന്നു. അറിവ് തേടിയുള്ള അന്വേഷണം, ഡിഗ്രി നേടണം, ജോലി വേണം, ഉന്നതമായ നിലയിൽ പോകണം. നിങ്ങളെല്ലാം പോകും, സംശയം വിടുമിടുക്കന്മാരും വിടുപിടിക്കലുമായി മാറും. പക്ഷേ അറിവ് തേടാനുള്ള ഒരു പാഷൻ, ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത് പാഷനേറ്റായി പുതിയ പുതിയ അറിവുകൾ നേടണം. ആ അറിവുകൾ നേടുമ്പോൾ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഈ സൊസൈറ്റിയോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, മനുഷ്യനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി, മനുഷ്യനെ ചേർത്ത് നിർത്തി മാനവികതയുടെ പുതിയ മുഖങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തണം നമ്മുടെ മനസ്സിൽ. അതാണ് നമ്മുടെ ചിന്ത, നമ്മുടെ മതപരമായ ചിന്ത, നമ്മുടെ അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുണ്ട് ഇല്ലേ? അതിൽ നിന്ന് അതാണ് നമ്മുടെ അടിത്തറ. ആ അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ വ്യക്തിപരമായ ഏതെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറാതെ പൊതുസമൂഹത്തിന്റെ നന്മയിൽ എത്തിക്കഴിഞ്ഞു. പൊതുസമൂഹം അപകടത്തിലാകുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റിൽ പങ്കുചേരേണ്ടതിന്റെ ഉത്തരവാദിത്വം കൂടി സ്വയം ഓർമ്മപ്പെടുത്തുക, സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുക, ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുക. വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും, സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശബ്ദമുയർത്തേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്തും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വൈവിധ്യമാർന്ന വിഷയങ്ങളിലൂടെ കിട്ടുന്ന ആ അറിവ്
തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഞാൻ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.